നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 3 ദിവസം കൂടി കഴിഞ്ഞാൽ തിരുവോണമാണ്. തിരുവനന്തപുരം സിറ്റി മുഴുവൻ ട്രാഫിക് ജാമിലാണ്, പകലും രാത്രി ഒരു 10 മണി വരെ. ഇനിയിപ്പോൾ ഓണാഘോഷവും അതിൻ്റെ പ്രോഗ്രാമുകളും ഒക്കെ കൂടെ വരുമ്പോൾ വീർപ്പ് മുട്ടുന്ന തിരക്കിലേക്ക് പോകും. റോഡെല്ലാം ട്രാഫിക് ബ്ലോക്കാവും. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ നമുക്ക് സമ്പൽ സമൃദ്ധമായ ഒരു ഓണം, പൊന്നോണം ആഘോഷിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമത്വ ഭാവനയിലുള്ള ഒരു ചിങ്ങ വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്കാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് TV-യും യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും OTT-യും ഒന്നുമില്ലാത്ത കാലത്ത് ഓണമൊക്കെ ആഘോഷിക്കുന്നത് തിയേറ്ററുകൾക്ക് ഉള്ളിലായിരുന്നു. ഉദയയുടെ വടക്കം പാട്ടുകളും മെർലാൻഡിൻ്റെ ഭക്തി സിനിമകളും ഹരിപ്പോത്തൻ്റെ സുപ്രിയ അടക്കമുള്ള കമ്പനികളുമൊക്കെ ഓണം റിലീസായി ചിത്രങ്ങൾ നിർമ്മിക്കും. ക്രിസ്മസിനും വിഷുവിനും റംസാനും ഒക്കെ റിലീസ് ചെയ്യത്തക്കവണ്ണം സിനിമകളുണ്ടാകുമായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ പ്രതാപകാലത്തും ഓണപ്പടം എന്ന ലെവലിൽ സിനിമ എടുക്കാറുണ്ടായിരുന്നു. ഇത് ഓണത്തിന് നമുക്ക് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. കാലം മാറി. ഓണപ്പടം എന്ന ലേബലൊന്നുമില്ലാതെ ഓണം അടുപ്പിച്ച് സിനിമകൾ വന്നാലായി, വന്നില്ലെങ്കിലായി. ഇപ്പോൾ ഉറപ്പൊന്നുമില്ല ഓണത്തിന് സിനിമ വരുമോ ഇല്ലേ. ശകലം വാങ്ങിച്ച് കമ്പനി കൂടിയോ ഒറ്റയ്ക്കോ അടിച്ചിട്ട് സദ്യയുമുണ്ട് തളർന്ന് കിടന്നുറങ്ങുന്നവരായി മലയാളികളിൽ ഏറിയ പങ്കും. ഇല്ലേലും ഓണക്കാലത്ത് ദൂരെയൊക്കെ കറങ്ങാൻ പോവും കുടുംബത്തോടെ. അതാണിപ്പോൾ വേറൊരു വഴി. പിന്നെ 900 TV ചാനലുകളിലും OTT-യിലുമായി പുട്ടിന് തേങ്ങാപ്പീര ഇടുന്നത് പോലെ പരസ്യ കോലാഹലങ്ങൾക്കിടയിൽ തുണ്ടായി ഒരു സിനിമ 6 മണിക്കൂറുകളൊക്കെ കൊണ്ട് കണ്ടു തീർക്കാം. സിനിമാക്കാരുടെ തള്ളു കഥകൾ കേൾക്കാം. വഴികൾ പലതായി. ഇപ്പോൾ നിവിൻ പോളി മമിത ടീമിൻ്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓണത്തിന് തിയേറ്ററിലെത്തും. തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ സംവിധാനം ചെയ്ത AD ഗിരീഷിൻ്റേതാണ് സംവിധാനം. പൃഥ്വിരാജിൻ്റെ ഖലീഫയുണ്ട് ഓണത്തിന്. സ്വർണ്ണ കള്ളക്കടത്താണ് വിഷയമെന്ന് പറയുന്നു. വൈശാഖാണ് സംവിധാനം. മോഹൻലാൽ ഈ സിനിമയിൽ ഖലീഫയിൽ ഗസ്റ്റ് വേഷത്തിൽ വരുന്നുണ്ട്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് വരുന്നുണ്ട്. ട്രെയിലറിൽ തന്നെ ആവശ്യത്തിലധികം സെക്സിൻ്റെ അതിപ്രസരം കാണിച്ച ടോക്സിക് കന്നഡയിൽ നിർമ്മിച്ചതാണെങ്കിലും ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ് അടക്കം 5 ഭാഷകൾ സംസാരിക്കും. ഷൈൻ ടോം ചാക്കോയുടെ പിന്നാലെയും ഓണച്ചിത്രമായി വരുമെന്ന് പറയുന്നു. ഇത്രയെങ്കിലും ഉണ്ടല്ലോ ഓണത്തിന് എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. സെക്രട്ടേറിയറ്റിന് തെക്ക് വശത്തുള്ള ട്രിവാൻഡ്രം ഹോട്ടൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത് NSS നടത്തുന്ന പത്മ കഫേ, വെജിറ്റേറിയൻ കഫേയാണെന്ന് തോന്നുന്നു. അതോ ട്രിവാൻഡ്രം ക്ലബിന് തൊട്ടടുത്ത ബിൽഡിംഗ് ആണോ എന്തോ. ഞാൻ ഇതുവരെ പത്മ കഫേയിൽ പോകാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഈ പറയുന്ന ട്രിവാൻഡ്രം ഹോട്ടലിൽ ഒരു കാലത്ത് ചെറിയ ഉദ്ഘാടനങ്ങൾ, പുസ്തക കച്ചവടം, റെഡിമെയ്ഡ് തുണികളുടെ പ്രദർശനം, ചെറിയ സംഘടനകളുടെ യോഗങ്ങൾ ഒക്കെ നടക്കാറുണ്ടായിരുന്നു. ഒരുപാട് ഹാളുകളുണ്ട്, ചെറിയ ഹാളുകൾ മുകളിലും താഴെയായിട്ട്. DC ബുക്സിൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുകയാണ്. അന്ന് DC കിഴക്കമുറി സാർ ഉള്ള കാലമാണ്. മുഖ്യമന്ത്രി
കെ കരുണാകരനാണ് പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ സൗത്ത് ബ്ലോക്കിൽ നിന്നും ഇറങ്ങി നടന്നാൽ കഷ്ടിച്ച് ഒരു 3 മിനിറ്റിലെത്താവുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഹോട്ടൽ. കൃത്യം 5 മണിയായപ്പോൾ DC കിഴക്കേമുറി പുസ്തക പ്രകാശന യോഗം തുടങ്ങി. പുസ്തകം DC തന്നെ പ്രകാശിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം വിശദമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ കെ കരുണാകരൻ കയറി വന്നു. പറയാൻ വിട്ടുപോയി, കരുണാകരനിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് സുകുമാർ അഴീക്കോട് സാറാണ്. അദ്ദേഹമാണ് പുസ്തകം സ്വീകരിക്കുന്നത്. അപ്പോൾ DC കിഴക്കേമുറിയുടെ കയ്യിൽ നിന്നും സുകുമാർ അഴീക്കോട് പുസ്തകം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. എന്നിട്ടാണ് DC കിഴക്കേമുറി പ്രസംഗിച്ചത്, അധ്യക്ഷ പ്രസംഗം. ബുദ്ധിമാനായ കരുണാകരന് മനസ്സിലായി പ്രകാശനം കഴിഞ്ഞു എന്ന്. കാരണം അപ്പോൾ 5:35 എന്തോ ആയി. DC കിഴക്കേമുറിയുടെയും അഴീക്കോട് മാഷിൻ്റെയും സ്വഭാവം ഭംഗിയായിട്ടറിയാം കൂർമ്മ ബുദ്ധിമാനായ കരുണാകരനെ. ഒന്നും സംഭവിക്കാത്ത പോലെ കരുണാകരൻ ഡയസി കയറിയിരുന്നു. പുസ്തകം പ്രകാശിപ്പിച്ച അധ്യക്ഷനായ DC പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അടുത്ത പ്രസംഗത്തിനായി പുസ്തകം സ്വീകരിച്ച അഴീക്കോട് മാഷിനെ വിളിച്ചു. കരുണാകരൻ ഇരിക്കുകയാണ്. അഴീക്കോടിൻ്റെ പ്രസംഗം കേൾക്കാനാണ് ഞാനടക്കം ചെന്നിരിക്കുന്നത്. അദ്ദേഹം ശബ്ദം താഴ്ത്തി സംസാരിച്ചു തുടങ്ങി. 70 മിനിറ്റ് സുകുമാർ അഴീക്കോട് സാർ സംസാരിച്ചു. അഴീക്കോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എണീറ്റ് പോയാൽ നായ ചന്തയ്ക്ക് പോയ പോലെ നമ്മുടെ മുഖ്യമന്ത്രി വന്നു പോയി എന്ന് ഉറപ്പായും അഴീക്കോട് മാഷ് മൈക്കിലൂടെ പറയും എന്നത് 3.5 തരമാണ്. അതാർക്കും അറിയില്ല എങ്കിലും സാക്ഷാൽ കരുണാകരൻ അറിയാം. ഇവിടെ കഴിഞ്ഞിട്ട്, ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്, പുസ്തക പ്രകാശന ചടങ്ങ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് വേറെ ഏതോ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. അത് ഓർമ്മിപ്പിക്കാനായി ഗവൺമെൻറ് വന്ന് കരുണാകരൻ്റെ കാതിൽ എന്തോ പറഞ്ഞു. കരുണാകരൻ തൻ്റെ പ്രശസ്തമായ ചതുരത്തിലുള്ള വാച്ചിൽ നോക്കി. സ്ക്വയറായിട്ടുള്ളൊരു വാച്ചേ കിട്ടൂ കരുണാകരൻ. എന്നിട്ട് ഈ ഗൺമാനെ നോക്കി എന്തോ കണ്ണിറുക്കി. ഇത് കഴിയട്ടെ, ഇവിടുന്ന് ഇപ്പം പോകാൻ പറ്റില്ലെന്ന് എന്തോ ആണ് അതിൻ്റെ അർത്ഥം. അഴീക്കോട് മാഷ് വച്ചലക്കുകയാണ് സംസാരം. ഒരക്ഷരം കരുണാകരൻ്റെ കാതിൽ കയറിയതേ ഇല്ല എന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. അക്ഷരനായി താടിക്ക് കൈയും കൊടുത്തിരുന്നു. മാഷിൻ്റെ പ്രസംഗം കഴിഞ്ഞു. DC കിഴക്കേമുറി എഴുന്നേറ്റ് യോഗം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിലപ്പുറം എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റും? യോഗം അവസാനിച്ചു. കാരണം പുസ്തക പ്രകാശനം കഴിഞ്ഞു. പിന്നെ മുഖ്യമന്ത്രിക്ക് റോളില്ലല്ലോ. പുസ്തകം പ്രകാശിപ്പിച്ചതും അധ്യക്ഷനും DC ആയിരുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയത് അഴീക്കോട് മാഷായിരുന്നു. അപ്പോൾ യോഗം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചു. അതോടെ തീർന്നു. കുത്തിയിരുന്ന കരുണാകരൻ കരുതിയത് താമസിച്ചു വന്ന മുഖ്യനെ സംസാരിക്കാൻ വിളിക്കും എന്നായിരുന്നു. അതുണ്ടായില്ല. പണ്ടുള്ളവർ പറയുമ്പോൾ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ കരുണാകരൻ എണീറ്റ് യാത്ര പറഞ്ഞ് പോയി. സമയ ക്ലിപ്തത പാലിക്കുന്ന രാഷ്ട്രീയക്കാരടക്കം ഇപ്പോൾ കുറവാണ്. എന്നാൽ പിണറായി ഇതിനൊരു അപവാദമാണ് എന്ന് പറയാം. കൃത്യം 5 മണിക്ക് ഒരിടത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് 4:55 അദ്ദേഹത്തിൻ്റെ കാർ അവിടെ ഓടിയെത്തിയിരിക്കും. കഴിഞ്ഞ 10 വർഷവും പിണറായിയെ കാത്ത് ആരും ഇരുന്നിട്ടില്ല. അദ്ദേഹം ആരും കൃത്യമായി എത്താത്തതിന് സംഘാടകരോട് പരസ്യമായി പിണങ്ങിയിട്ടുമുണ്ട്. എന്നിട്ട് തിരിച്ച് ഇറങ്ങി പോയിട്ടുമുണ്ട്. സ്വാഗത പ്രാസംഗിക പ്രസംഗം വലിച്ചു നീട്ടിയപ്പോൾ എൻ്റെ സമയം കൂടി ഓളെടുത്തു, എനിക്ക് മറ്റൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടും പോയിട്ടുണ്ട് പിണറായി. സാംസ്കാരിക വകുപ്പ് മന്ത്രി, പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അടൂർജിയെയും വിളിച്ചിരുന്നു. അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം കൃത്യസമയത്ത് വന്ന് കുത്തിയിരുന്നു. പക്ഷേ മന്ത്രിയില്ല.
2 മണിക്കൂർ വൈകി മന്ത്രിയെ കാത്തിരുന്നിട്ട് മൂലം ധരിച്ചപ്പോൾ അടൂർ സാറ് എണീറ്റു. ഇനി പോയേക്കാം എന്നങ്ങ് തീരുമാനിച്ചു. അതാ വരുന്നു മന്ത്രി പരിവാര സമേതനായി. താമസിച്ചു പോയതിന് ക്ഷമ മന്ത്രി പറഞ്ഞിട്ടും അടൂർ തൻ്റെ പ്രസംഗത്തിൽ അതൃപ്തി വാരിയിട്ടു. മുൻപൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നെ 1.5 മണിക്കൂർ കാത്തിരുത്തിയ കഥ പറഞ്ഞ് അടൂർജി ആശ്വാസം കൊണ്ടു പ്രസംഗത്തിൽ. എന്തായാലും സാംസ്കാരിക മന്ത്രിമാർ ആയിരുന്ന കഴിഞ്ഞ 10 വർഷമായിരുന്ന AK ബാലനോ സജി ചെറിയാനോ ആകാൻ വഴിയില്ല ഈ പറഞ്ഞ 1.5 മണിക്കൂർ കുത്തിയിരുത്തിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് എനിക്ക് തോന്നുന്നു. പിണറായിയെ പേടിച്ച് ഇവർ കൃത്യമായി വരുമായിരുന്നു. ക്ഷമിച്ച് കളയ അടൂർ സാറേ, പുതിയ പിള്ളേരല്ലേ മന്ത്രിമാർ, അതിലേറ്റവും ജൂനിയറുമാണ് ഈ വിഷ്ണു. 2 മണിക്കൂർ താമസിച്ച് വന്നു, പോട്ടെ. അടൂർ പറഞ്ഞത് ഇനിയെങ്കിലും PC വിശ്വനാഥിൻ്റെയെങ്കിലും മനസ്സിലിരിക്കട്ടെ. എൻ്റെ വീട്ടിൽ മലയാള മനോരമ പത്രം ഞായറാഴ്ച മാത്രമേ വാങ്ങൂ. വാരാന്ത്യ പതിപ്പിന് വേണ്ടിയാണ് അത് വാങ്ങുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ മേജർ ഷെയർ വാങ്ങിയ മാതൃഭൂമിയാണ് എൻ്റെ വീട്ടിൽ സ്ഥിരം വരുത്തുന്നത്. ഇപ്പോൾ മാതൃഭൂമിയുടെയും നിറം മാറി മാറി വരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഞാൻ നിർത്തും മാതൃഭൂമി. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലം മുഴുവൻ വീട്ടിൽ കേരളകൗമുദിയായിരുന്നു. അതൊരു വെള്ളാപ്പള്ളി മംഗളപത്രമായും നിറം മാറുന്ന ശൈലി ആയതിനാലും ഇപ്പോൾ ഞായറാഴ്ച മാത്രമേ ഞാൻ കേരളകൗമുദിയെ വീട്ടിൽ കയറ്റൂ വാരാന്ത്യ പതിപ്പിനായി. എൻ്റെ പാർട്ടി പത്രമായതിനാൽ ദേശാഭിമാനിയും ജനയുഗവും ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൂ. BJPക്കാരൻ്റെ ജന്മഭൂമിയും നസ്രാനി ദീപികയും കലാകൗമുദി ദിനപത്രവും സിറാജ്, മാധ്യമം, ചന്ദ്രിക തുടങ്ങിയ ലൊട്ടിലൊടുക്ക് പത്രങ്ങളും ഞായറാഴ്ച എൻ്റെ വീട്ടിൽ കയറും. വീക്കെൻഡ് എടുത്തിട്ട് സത്യസന്ധമായി പറയണം, ഒരക്ഷരം ഈ പത്രങ്ങളിലൊന്നും വായിക്കാതെ പഴയ പത്രങ്ങളുടെ കൂടെ ഇതെല്ലാം അടുക്കി വയ്ക്കും. വീക്ഷണത്തിനും മെട്രോ വാർത്തയ്ക്കും വാരാന്ത്യ പതിപ്പ് എന്ന് വരുമോ അന്ന് മുതൽ അവറ്റകളെയും വീട്ടിൽ കയറ്റും. ഇതാണ് എൻ്റെ ലൈൻ. ഞായറാഴ്ചത്തെ പത്രങ്ങൾ വാങ്ങിക്കാൻ 10 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രമേശൻ്റെ പത്രക്കടയിൽ മുടങ്ങാതെ ഞാൻ ചെല്ലും. രമേശൻ പറയുന്നത് ദേശാഭിമാനിയും ജനയുഗവും ജന്മഭൂമിയും ചന്ദ്രികയും ദീപികയും വാങ്ങുന്ന ഒരാളെ തനിക്ക് അറിയാവൂ എന്നാണ് എന്നെ. കാരണം ദേശാഭിമാനി വായിക്കുന്നവൻ ജന്മഭൂമി വായിക്കില്ലല്ലോ, ജന്മഭൂമി വായിക്കുന്നവൻ ചന്ദ്രിക വായിക്കില്ല. പക്ഷേ ഇതെല്ലാം വാങ്ങുന്ന ഒരാളേ ഉള്ളൂ എന്നാണ് അവിടെ മറ്റ് പത്രങ്ങളും വാരികളൊക്കെ വാങ്ങാൻ വരുന്നവരോട് രമേശൻ പറയാറ്. വീക്കെൻഡിന് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങുന്നതെന്ന രഹസ്യം ഞാൻ രമേശനോട് പറഞ്ഞിട്ടേയില്ല. പക്ഷമില്ലാത്ത ഒരു പത്രവുമില്ലാത്ത കാലമായിരിക്കും. രഹസ്യമായി മതവും ജാതിയും രാഷ്ട്രീയവും കലർത്തുന്ന പത്രങ്ങളാണ് ഓരോന്നും. പ്രത്യേകിച്ച് ഞങ്ങൾ സ്വതന്ത്ര പത്രപ്രവർത്തനമാണ്, സ്വതന്ത്ര പത്രമാണ് എന്നൊക്കെ പറയുന്നവർ പിന്നെ ആവശ്യത്തിലധികം നുണകളും എഴുതും. എൻ്റെ വീട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വച്ചിട്ട് ചുരുങ്ങിയത് ഒരു 7-8 വർഷം വരും. തുടങ്ങിയിടത്ത് നിൽക്കുന്ന സെറ്റും മോന്തകളും ബോറടിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് വയ്ക്കാത്തത്. ചിലരോടുള്ള പക തീർക്കാനായി മാത്രം കഴിഞ്ഞ 7-8-9 വർഷമായിട്ട് അന്തിച്ചർച്ച നടത്തുന്നതും ഈ ചാനൽ കാണണ്ട എന്നെ തീരുമാനിപ്പിച്ചു. അതും സ്ഥിരമായിട്ടൊരു 4-5 വേതാളങ്ങളെ വിളിച്ചിരുത്തിയാണ് ചർച്ച. പിണറായി വിരുദ്ധനാണോ അവന് ചർച്ചയിൽ പങ്കെടുക്കാം. ഒരേ മുഖങ്ങളാണ് സന്ധ്യയ്ക്ക് വന്നിരുന്ന് വിനു വി ജോണിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ദിവസമാവാം, ഒരു മാസമാവാം, ഒരു വർഷമാവാം. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയപ്പോഴും അല്ലെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോഴും ഏഷ്യാനെറ്റ് ചെയ്യുന്ന പണി ഇത് തന്നെയാണ്. പിണറായി ചിരിക്കില്ല എന്നാണ് പരാതി. ഏഷ്യാനെറ്റിലെ ഞാൻ ഈ പറഞ്ഞ വിനു വി ജോൺ ചിരിച്ചിട്ട് എത്ര കൊല്ലമായി കാണും. കടന്ത കുത്തിയോലല്ലേ വാർത്ത വായിക്കാതിരിക്കുന്നത്, ആരോടുള്ള പക തീർക്കാനിരിക്കുന്ന പോലെ.
എന്നും പിണറായി പിണറായി എന്ന് പറഞ്ഞ് ഇപ്പോൾ വിനു പിണറായിയെ പോലെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ സ്ഥിരം ശ്രോതാവും കാഴ്ചക്കാരനുമാണ്. ഒരു പെണ്ണും പിള്ളയും കൂടി അവിടുന്ന് പടിയിറങ്ങിയാൽ നല്ല ജനകീയ വാർത്താ ചാനലാകും റിപ്പോർട്ടർ. 24 എന്ന് പറഞ്ഞ 24 ന്യൂസ് ഞാൻ കണ്ടിരുന്നതാണ്. എന്തോ എനിക്ക് വെറുപ്പായി തുടങ്ങി. പരസ്യ കോലാഹലത്താലും അലർച്ചയാലും കാലത്തിനനുസരിച്ച് തങ്ങൾ മാറണം എന്നുള്ള ചിന്ത നമ്മുടെ സിനിമാക്കാർക്കുണ്ടെങ്കിൽ റിപ്പോർട്ടറിൻ്റെ ദൃശ്യ മികവും ദിവസവും അവർ നടത്തുന്ന വ്യത്യസ്തതയ്ക്കായുള്ള അധ്വാനവും ഞാനൊരു മുതലാളിയാണ് എന്ന ചിന്തയില്ലാതെ ഡിബേറ്റുകളിൽ വന്നിരുന്ന് ശുചിത്വവും വ്യക്തവുമായുള്ള വർത്തമാനവും കൊണ്ടയാൾ ജനപ്രിയനാവുന്നു. ആര്? ആൻറ്റോ അഗസ്റ്റിൻ, അതിൻ്റെ മുതലാളി. പോനാൽ പോകട്ടും പോടാ എന്ന ശൈലിയിൽ ആൻറ്റോ ജോസഫിൻ്റെ പ്രസൻസ് അഭിനന്ദനീയമാകുന്നു ഓരോ ദിവസം കഴിയുന്തോറും. അതിനടുത്തെങ്ങും മറ്റൊരു ചാനൽ എത്തുന്നതേയില്ല. ആ മഞ്ഞൾ ശോഭയൊക്കെ ആൻറ്റോ നിർത്തിപ്പൊരിച്ച കാഴ്ച എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുന്നു. ഒരു പ്രശ്നത്തോടുള്ള മൊട്ട അരുണിൻ്റെ സമീപനങ്ങളും പ്രശംസനീയമാണ്. ഓരോ വിഷയത്തിലും അയാൾ ഇടപെടുന്ന രീതി പ്രശംസിക്കേണ്ടതാണ്. 18.60 കോടി രൂപയുടെ ലാഭം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിന് 2025. 2024 10.13 കോടിയായിരുന്നു ലാഭം. 2026 ഇതേവരെ എന്താ പറയുക, സാമ്പത്തിക വർഷത്തിൽ 2.64 കോടി ഏഷ്യാനെറ്റ് നഷ്ടത്തിലാണ്. ഓപ്പറേഷണൽ ലോസ് എന്ന് പറയുന്നത് 3.8 കോടി രൂപയിലേക്കും കടന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏഷ്യാനെറ്റ് നഷ്ടത്തിലേക്കും കൂപ്പുകുത്തുന്നു. റേറ്റിങ്ങിലും ഒരുപാട് താഴെ പോകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ പുതിയ വാർത്ത. എന്നാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ റിപ്പോർട്ടർ ചാനൽ, നികേഷ് കുമാറിന് പോലും വിജയിപ്പിക്കാനാവാത്ത റിപ്പോർട്ടർ ചാനൽ ലാഭത്തിലേക്ക് എത്തി. വിനു വി ജോൺ എന്ന വാർത്താ വായനക്കാരൻ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ആളായി മാറിയിരിക്കുന്നു. പിണറായിയെ 10 കൊല്ലം വിമർശിച്ച് പിണറായിയെ ആളുകൾ സ്നേഹിക്കുന്ന ലെവലിൽ വിനു വി ജോൺ കൊണ്ടെത്തിച്ചു. 90 ദിവസം കൊണ്ട് 900 പ്രശ്നങ്ങളുണ്ടാക്കിയ പുതിയ സർക്കാരിനെയോ അതിന് നേതൃത്വം നൽകുന്ന സതീഷ് മേനോനെയോ ഈ വിനു വി ജോൺ തൊടേയില്ല. അങ്ങനെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഫലത്തിൽ മനോരമ പത്രത്തിൻ്റെ ലെവലിലായി ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതൊന്നും ഈ രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി അറിയുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലരൊക്കെ ഏഷ്യാനെറ്റ് കാണും, പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് പറയുന്നത് സത്യമല്ല എന്ന് കേരളീയർക്ക് മനസ്സിലായി തുടങ്ങി. ഒരേ ഫ്രെയിമിൽ ഒരേ മുഖങ്ങളിരുന്ന് ഒരേ ചർച്ച നടത്തിയാൽ മടുക്കില്ലേ എന്ന് അവർക്ക് മടുക്കുന്നില്ലെങ്കിലും കാണുന്നവർക്ക് മടുക്കും. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ 1ാം ചാനലായിരുന്ന ഏഷ്യാനെറ്റ് വീഴുന്നത് കാണുന്നില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. അക്വിറ്റ് പോലുള്ള ഏജൻസികൾ ഏഷ്യാനെറ്റിനെ നെഗറ്റീവ് ലിസ്റ്റിലേക്ക് ആക്കിയിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയാൽ പരസ്യം കൊടുക്കുന്ന പരസ്യദാതാക്കൾ പിന്മാറും. അങ്ങനെ നമ്മൾ വീണാൽ റിപ്പോർട്ടർ ചാനലിനെ തൂറി തോൽപ്പിക്കാമെന്ന ലെവലിലേക്ക് മുത്തശ്ശി ചാനലുകൾ വഴിമാറുകയാണ്. മെസ്സിയെ പിടിച്ചും മുട്ടിൽ മരം മുറിക്കലിനെ പറ്റിയുമൊക്കെ എടുത്തിട്ട് അലക്കി ആൻറ്റോ അഗസ്റ്റിനെ തോൽപ്പിക്കാനിറങ്ങി പരിഹാസ്യരാവുകയാണ് ഇവിടുത്തെ മുത്തശ്ശി പത്രങ്ങളും മുത്തശ്ശി ചാനലുകളും. ആൻറ്റോ നൽകുന്നതിനേക്കാൾ നല്ല വാർത്തകളും ചർച്ചകളും നൽകി മത്സരിക്കാൻ ഇവരാരും ഒരു ചാനലും 24 ഒഴിച്ച്, അല്ലെങ്കിൽ ബിഗ് TVയും കൂടെ വേണമെങ്കിൽ നമുക്കതിൽ കണക്കുകൂട്ടാം. ഈ 2 ചാനലൊഴിച്ച് വേറെ ഒരു ചാനലും നമ്മൾ റിപ്പോർട്ടറിനേക്കാൾ നല്ല വാർത്തകൾ, ചടുലമായ വാർത്തകൾ എത്തിക്കണം, തെളിവുകൾ എത്തിക്കണം എന്നുള്ള ഒരു ഇതും അതിൽ ജോലിക്കാർക്കും മുതലാളിക്കും ഒന്നും ചിന്തയില്ല എന്ന് തോന്നുന്നു.
നല്ല സെറ്റൊരുക്കി മത്സരിക്കാൻ അവർ നോക്കുന്നേയില്ല. പകരം തല്ലിപ്പൊളി വഴികൾ നോക്കി ഓരോ ദിവസവും പരിഹാസ്യരായി മാറുന്നു. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വാർത്താ ചാനലുകളുടെ അവസ്ഥ. അടുത്ത കഥ ഒരു കോമഡി പോലെ കേട്ടാൽ മതി. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, നമ്മുടെ സിനിമാ നടൻ ദേവന്, എൻ്റെ പ്രിയപ്പെട്ട ദേവേട്ടന് എന്ത് പറ്റിയെന്ന്. ദേവന് ഞാൻ നല്ല ബന്ധമാണ്. ഇപ്പോഴും അതിരടിയുടെ സെറ്റിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ ആദ്യമായി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയ ഊഴത്തിൽ നായകനായിരുന്നു ദേവൻ. ഞാൻ ആദ്യമായി ഒരു പടം സംവിധാനം ചെയ്തപ്പോഴും ബംഗ്ലാവിൽ അബുദയുടെ മൂത്ത മകൻ്റെ വേഷം ഞാൻ ദേവേട്ടനാണ് കൊടുത്തത്. എന്നെയും ദേവേട്ടന് ഇഷ്ടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മലയാള സിനിമയിലെ ജെൻറ്റിൽമാൻ ആയ കുറേ പേരുണ്ടല്ലോ, കുറേ പേരെന്ന് പറയണ്ടല്ലേ, ചുരുക്കം നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. രാമു കാര്യേട്ടിൻ്റെ സഹോദരിയുടെ മകൻ, രാമു കാര്യേട്ടിൻ്റെ മകളുടെ ഭർത്താവ്, VM സുധീരൻ്റെ പ്രിയപ്പെട്ട അടുപ്പക്കാരൻ, കോൺഗ്രസിൻ്റെ ഒരു കുടുംബാംഗം. അമ്മാവൻ കാര്യാട്ട് ചോപ്പനായിട്ടും മരുമോൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരു നാൾ നനച്ചിരിക്കാതെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി. എവിടെ? കേരളത്തിൽ. പ്രേം നസീറിന് പോലും നടക്കാത്ത കേരളത്തിൽ ഒരു സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി. സാക്ഷാൽ കരുണാകരൻ ജന്മം നൽകിയ ഡിക്ക് പൊളിഞ്ഞ നാട്ടിൽ വിപ്ലവ സിംഹിണി KR ഗൗരിയമ്മ ഒരു പാർട്ടി ഉണ്ടാക്കി. ഒടുവിലത് വെറും ഒരു ഈഴവ പാർട്ടിയായി അകാലത്തിൽ ചത്തു എന്ന് തന്നെ പറയാം. ആ പാർട്ടി അങ്ങനെ പോയല്ലോ. ഇപ്പം അവരുടെ പാർട്ടി JSSനെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കാറില്ല. 2, 3, 4 ഒക്കെ പൊളന്നു പോയി. ഞാനൊക്കെ ആരാധനയോടെ കണ്ട സഖാവ് MV രാഘവൻ ഒരു പാർട്ടി ഉണ്ടാക്കി, CMP. ഒരു CP ജോൺ കൂടെ ഉണ്ടായിരുന്നതിനാൽ MVR മരിച്ചിട്ടും CMP നിലനിൽക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ജീവനുണ്ട് എന്ന് പറയാം. അവിടെയാണ് ദേവൻ്റെ വികാസ് പാർട്ടി ഉണ്ടായത്. കുറേ പയ്യന്മാർ കുറേ ദിവസം ദേവൻ്റെ ചെലവിൽ പുട്ടടിച്ചത് മിച്ചം. ഈ പാർട്ടി ഉണ്ടാക്കാൻ കാരണമെന്താ? കോൺഗ്രസിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന രഹസ്യവുമായി സോണിയാഗാന്ധിയെ ദേവൻ കണ്ടിട്ടും കാര്യമായ പ്രോത്സാഹനം കോൺഗ്രസിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് വികാസ് പാർട്ടി ഉണ്ടാക്കിയത്. ഉണ്ടിരുന്നപ്പോൾ തോന്നി തൻ്റെ പാർട്ടിയെ NDAയുടെ മുന്നണിയിൽ ചേർക്കാം. പിന്നെ തോന്നി NDAയുടെ മുന്നണിയിലൊന്നും ചേരണ്ട, BJPയിൽ അങ്ങ് ലയിപ്പിച്ചേക്കാം എന്ന് തോന്നി. അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിനെ അങ്ങ് ലയിപ്പിച്ചു. ഒരു രാജ്യസഭാ സീറ്റോ ഒരു നിയമസഭാ സീറ്റോ ദേവൻ നൽകിയില്ല. പകരം കേന്ദ്ര സഹൻ നടത്തിയിരുന്ന, നമ്മളെ ഗ്യാസ് മന്ത്രി നടത്തിയിരുന്ന കലിംഗ് പരിപാടിയിൽ കൂടെ ചെന്ന് വായി നോക്കിയിരുന്നു ദേവൻ. എനിക്ക് കണ്ടവൻ പുച്ഛം തോന്നി. കലിംഗിൽ അയാൾ ബെഡായി പറയുന്നിടത്ത് അയാൾ മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ ചെന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു ദേവൻ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് കൈക്കൂലിയായി കൊടുക്കാൻ സംഘടിപ്പിച്ച കിറ്റിന് പോയി ഗൺമാനായി കാവൽ നിന്ന് സ്വയം നാറി ദേവൻ. ഒരു 2ാമത്തെ നിലയിൽ എവിടെ പോയി കാവലിരിക്കുന്നു, താഴെ കിടന്ന് ഭയങ്കര ബഹളം, LDFും കോൺഗ്രസും ഒക്കെ. അവിടെ പോയി ഈ കിറ്റിന് കൂട്ടുനിൽക്കായിരുന്നു ദേവൻ. TP സെൻകുമാർ IPS, ജേക്കബ് ജോർജ് IPS, അൽഫോൺസ് കണ്ണദാനം IAS, മെട്രോമാൻ ശ്രീധരൻ, ശ്രീലേഖ IPS, TP ശ്രീനിവാസൻ IFS, രാജസേനൻ, അലി അക്ബർ, ഭീമൻ രഘു തുടങ്ങിയവരുടെയൊക്കെ ഗതി കണ്ടിരുന്നുവെങ്കിൽ ദേവന് ഒരിക്കലും ഈ അബദ്ധം പറ്റില്ലായിരുന്നു. വൈസ് പ്രസിഡൻ്റാണെന്ന് ദേവൻ പറയും. മുൻ വൈസ് പ്രസിഡൻ്റാണ് വാസ്തവത്തിൽ. അദ്ദേഹത്തെ മാറ്റിയത് പോലും അദ്ദേഹം അറിഞ്ഞില്ല. മാറ്റിയതോ പുതിയവർ വന്നതോ പോലും അറിയാത്ത ഒരു ശുദ്ധഹൃദയനായിരുന്നു ദേവൻ. 10 വർഷം കഴിയുമ്പോൾ കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടി ഞങ്ങളാണെന്ന് പറഞ്ഞ് ഒരു ഫസ്റ്റ് ടീം ദേവനെ സമീപിച്ചത്രേ. വരുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ, നിങ്ങളെന്തായാലും BJP വിട്ടു, ഞങ്ങളുടെ കൂടെ വാ. അതായത് ഒരിക്കലും ഇന്ത്യയിൽ അടുപ്പിക്കാൻ പാടില്ലാത്തൊരു വർഗീയ പാർട്ടി, കൊലയും കൊള്ളയും കള്ളപ്പണവും ഒക്കെ ആയിട്ട് നടക്കുന്ന
ഗുണ്ടകളുടെ എന്ന് പറയാം, ചട്ടമ്പിമാരുടെ ഒരു പാർട്ടിയാണ് വിളിച്ചത്. വരുന്നോ, ഒരു കൈ തരാം എന്ന് പറഞ്ഞു. മതഭ്രാന്തന്മാർ ഇതും പറയും ഇതിലപ്പുറവും പറയും. എന്തായാലും ആ കെണിയിൽ ദേവൻ ചേട്ടൻ വീണില്ല. അങ്ങനെയൊന്നും വീഴുന്ന ഒരാളല്ല ദേവൻ ചേട്ടൻ. ദേവനിപ്പോൾ രാജിവെച്ച പാർട്ടിക്ക് വേറൊരു കുഴപ്പമുണ്ട്. അത് ദേവൻ മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കൂടെ നിൽക്കുമ്പോൾ ദേവൻ ജി എന്ന് ചേർത്ത് വിളിക്കും, ഇല്ലെങ്കിൽ ദേവൻ ചേട്ടാ എന്നും വിളിക്കും. പുറത്തു പോയാൽ പിന്നെ തള്ളയ്ക്ക് ചേർത്ത് അറഞ്ചം പുറഞ്ചം ചീത്ത വിളിക്കും. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കയറി തള്ളയ്ക്ക് വിളിക്കും. അതാണ് ദേവൻ പോയ പാർട്ടി, ഇപ്പോൾ രാജിവെച്ച പാർട്ടിയുടെ ഒരു ക്വാളിറ്റി. അതിൽ കുറേ എണ്ണം അങ്ങനത്തെ വിവരദോഷികളുണ്ട്. തള്ളയ്ക്ക് ചേർത്ത്, അതുവരെ ദേവൻ ജി, എല്ലാവരെയും ദിനേശ് ജി എന്നൊക്കെ വിളിക്കും, ജി ചേർത്തേ വിളിക്കും. ഇല്ല എങ്കിൽ എന്താ പറയുക, ചേട്ടാ ചേർത്ത് വിളിക്കും. ചേട്ടനും അവരുടെ കുത്തക വാക്കാണ്. ചേട്ടനൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരും. കാരണം എൻ്റെ നാട്ടിൽ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരു ചന്ദ്രനുണ്ട്. വാ തുറന്നാൽ തമാശയെ പറയൂ. ചന്ദ്രൻ കുറച്ചു കാലം ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ ജോലി കിട്ടി. അപ്പോൾ ട്രാൻസ്പോർട്ട് വിട്ട് നിയമസഭയിൽ പോയി. ചന്ദ്രൻ പറയുന്ന കഥകൾ കേട്ടാൽ തല തല്ലിച്ചിരിക്കും നമ്മൾ. അപ്പോൾ ചന്ദ്രൻ്റെ അച്ഛൻ്റെ പേര് കുട്ടൻ എന്നാണ്. ഈ ചന്ദ്രനൊരു BJP അനുഭാവിയാണ്. അപ്പോൾ ശാന്തിയുള്ള ജംഗ്ഷനിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ഈ BJPക്കാർ ചന്ദ്രൻ ചേട്ടാ, ചന്ദ്രൻ ചേട്ടാ എന്ന് വിളിക്കും. ഇതേ വാ കൊണ്ട് ചന്ദ്രൻ്റെ അച്ഛനെ കണ്ടാൽ കുട്ടാ എവിടെ പോയി എന്ന് കേൾക്കും. കാരണം ജാതി, അവന്മാരൊക്കെ ജാതി ഭയങ്കര പ്രശ്നമാണല്ലോ. ഇയാൾ പുലയ സമുദായത്തിൽപ്പെട്ട ആളല്ലേ. അപ്പോൾ ചന്ദ്രൻ ചന്ദ്രൻ ചേട്ടനും അയാളുടെ അച്ഛൻ കുട്ടനുമാണ്. ഇത് ദേവൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദേവൻ പാർട്ടി വിട്ടതിൻ്റെ, തെറി വിളിക്കുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അത്ത ദിനത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയാം. തിരുവനന്തപുരത്ത് ഒരു അലവലാതി, ലോകാലവലാതിയായ ഒരുത്തൻ, അവൻ്റെ എന്താ സ്ഥലപ്പേരൊക്കെ ഉണ്ട്, ഞാൻ ഡീറ്റെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ എന്നെ മേജർ റിവ്യൂ പറഞ്ഞതിന് എന്നെ കുറേ പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരാളെ എൻ്റെ ലിങ്ക് അയച്ചു തന്നു, ദേവനെ ചീത്ത വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരാണ് ഈ പൊട്ടുകൂട്ട് കയ്യിൽ മറ്റേ രക്ഷാബന്ധനമൊക്കെ കെട്ടി നടക്കുന്ന, ചേട്ടാ ജി എന്നൊക്കെ വിളിച്ച് നടക്കുന്ന, വാ തുറന്നാൽ തള്ളയ്ക്കേ വിളിക്കും ആരെയും. അപ്പോൾ പാർട്ടി വിട്ടതിൻ്റെ പേരിൽ ദേവൻ ചേട്ടനെ വിളിക്കുന്ന തള്ളയ്ക്ക് വിളി കേട്ട് അദ്ദേഹത്തിൻ്റെ വയറ് നിറയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ മേജർ കില്ലാടി മേജർ രവി ഉണ്ടല്ലോ, അദ്ദേഹം P. രാജീവിൻ്റെ ഏതോ ഒരു പ്രോഗ്രാമിൽ പ്രസംഗിക്കുകയും രാജീവിനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. 2 വാക്കേ പറഞ്ഞുള്ളൂ. മേജർ രവിയെ വിളിച്ച തെറി കേൾക്കണം നിങ്ങൾ. അതിൻ്റെ താഴെ വന്ന് വിളിച്ച തെറി ഈ ജിമാർ, ഈ ചേട്ടന്മാർ പേടിപ്പിച്ച് നിർത്താൻ അവർക്കറിയാം. ശിഷ്ടകാലം അടങ്ങി ഒതുങ്ങി ജീവിക്ക് ദേവൻ ചേട്ടാ എന്നേ ഞാൻ പറയൂ. സകലരും ബഹുമാനിക്കുന്ന, സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നല്ലോ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ. അദ്ദേഹത്തെ ഇൻകം ടാക്സ് റെയ്ഡിൽ പേടിപ്പിച്ച് സ്വന്തം പാർട്ടി എന്ന സ്വപ്നം കീശയിലിടിച്ച് കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ കീശയിലാക്കി. ആരാലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതെ ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിണലിൽ നസീർ സാറ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാഴ്ച കണ്ടവരാരോ എഴുതിയത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കേരള ഹൗസിൻ്റെ മുന്നിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണ വാഹനത്തിൽ വന്ന നസീർ സാറിനെ തിരുവനന്തപുരത്ത് കരമനയിൽ, അതും മുസ്ലിം ജനവിഭാഗം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് വച്ച് മുട്ടയേറ് നടത്തി സ്വീകരിച്ചു. അപ്പോഴെങ്കിലും നസീർ സാറ് ഓർത്ത് കാണും ഈ പൊല്ലാപ്പിനൊന്നും പോകണ്ടായിരുന്നത്. പൊതുപ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ ലേബൽ എന്തിനാ ദേവേട്ട എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയും നിങ്ങൾ വേറൊരു പാർട്ടിയിലേക്ക് ചാടി, അല്ലെങ്കിൽ സ്വന്തം പാർട്ടി വേറൊരു പുതിയ പാർട്ടി തുടങ്ങി പരിഹാസ്യനാകാൻ പോകരുത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ പൊതുജന സേവനമല്ലേ. 1600 പേരെ ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്ത് അവരെ നല്ല മാന്യമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നെങ്കിൽ അതൊരു പൊതുപ്രവർത്തനമാണ്.
നമ്മൾ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചാലേ പൊതുപ്രവർത്തനമാകും എന്നുള്ള തെറ്റിദ്ധാരണ ദേവൻ ചേട്ടൻ ഒഴിവാക്കണം. ഒരു കൂതറ പാർട്ടിയിൽ ചെന്ന് ചാടി ഇനി നാറരുത് എന്നാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. അടുത്ത കഥ, അടുത്തിടെ എന്നെ 24 ന്യൂസിൽ നിന്നും ഒരാൾ വിളിച്ചു, നമ്മുടെ ക്ഷീണ്ടൻ നായർ ചേട്ടൻ്റെ ചാനലിൽ നിന്ന്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട്, ജനകീയ കോടതി, അതിലൊന്ന് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചു. റിപ്പോർട്ടറിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മൊട്ട അരുൺ 24-ൽ ആയിരുന്നപ്പോൾ ഈ പ്രോഗ്രാമിൽ, ഈ ജനകീയ കോടതി എന്നുള്ള പ്രോഗ്രാമിൽ നടി ഷക്കീലയെ ക്ഷണിച്ചു വരുത്തി കൊണ്ടിരുത്തിയിട്ട് ഒരുപാട് അധിക്ഷേപിച്ചു ആ പാവത്തിനെ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നി. അരുണിനോട് വിളിച്ച് ക്ഷണിച്ച് അതിഥിയായി കൊണ്ടിരുത്തിയിട്ട് ഒരുപാട് മോശത്തരം അവരോട് പറഞ്ഞു. എന്നാൽ അതുപോലെ വിളിച്ചുകൊണ്ടിരുത്തിയ നളിനി ജമീല ചേച്ചിയെ ഇതുപോലെ ഒന്ന് ആക്കാൻ നോക്കി അവർ വയറ് നിറച്ച് തിരിച്ചു കൊടുത്തു. ഷക്കീലയ്ക്ക് അതിനുള്ള മിടുക്കില്ല. ഇപ്പോൾ ഹാഷ്മി എന്ന പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത അലറി വിളിക്കുന്ന ഒരുവനാണല്ലോ ജനകീയ കോടതി ചെയ്യുന്നത്. വിളിച്ച ആളോട് ഞാൻ പറഞ്ഞു, അയാളുടെ വായിലിരിക്കുന്ന തോന്നിവാസങ്ങൾ കേൾക്കാൻ ഞാൻ എൻ്റെ സമയം എന്തിനാ കളയുന്നത്? ഈ പ്രോഗ്രാം പകുതി പോലും ആകുന്നതിന് മുമ്പ് വേറൊരുത്തനെ ഇതിലേക്ക് കെട്ടിയെഴുന്നള്ളിക്കും. പിന്നെ അവനും കൂടി ചേർന്നാണ് വസ്ത്രാക്ഷേപം നടത്താറ്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ. എന്നിട്ട് ഒരു വായില കുന്നിലപ്പനെ പോലെ ഒരാളെ ജഡ്ജാറ്റി ഇരുത്തിയിരിക്കും, ഒരു മുൻ പത്രപ്രവർത്തകനെ. ഞാൻ വരുമ്പോൾ സ്വാഭാവികമായും ഹാഷ്മിയുടെ അപ്പൂപ്പനായ വിവരദോഷി കൊട്ടാരക്കര വിക്രമനാവും എതിർപക്ഷത്ത് വന്നിരിക്കുക എന്നെ വധിക്കാനായിട്ട്. പിന്നെ അവൻ എൻ്റെ വീട്ടുകാരെ തെറി പറയും. സിന്ധു മുമ്പ് സിനിമാ നടിയായിരുന്നു എന്നവൻ പറയും. തിരുവനന്തപുരത്തെ മണക്കാട് ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ഒരു പെണ്ണിനെ അടക്കം എന്നെ പിടിച്ചതും ഞാൻ തുണിമണിയുമില്ലാതെ ഓടുന്നത് കൊട്ടാരക്കര വിക്രമൻ കണ്ടു എന്നും ഒരു എളുപ്പമില്ലാതെ വച്ച് കാച്ചു. ഞാനില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എന്തിനെന്തേ നമ്മൾ പോയി ഇരുന്ന് കൊടുക്കണം? ഞാൻ അതുകൊണ്ടല്ലേ ഇപ്പം വാർത്താ ചാനലുകളുടെ ഒരു ചർച്ചയ്ക്ക് പോകാത്ത. നമ്മുടെ പൈസ കൊടുത്ത് പെട്രോൾ അടിച്ച് നമ്മുടെ കാറും കൊണ്ട് ചെന്ന് നമ്മളെ സമയം കളഞ്ഞ് വല്ലവൻ്റെയൊക്കെ വായിരിക്കുന്നത് എന്തിന് കേൾക്കണതെന്നേ. ഹാഷ്മിയല്ല, ഗോപികൃഷ്ണനാണ് ഈ വരാൻ പോകുന്ന ആഴ്ചത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഗോപികൃഷ്ണനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. ഗോപികൃഷ്ണൻ കുഴപ്പമില്ല, ക്ഷീണ്ടൻ ചേട്ടൻ്റെ എർത്തായതിനാൽ കൊട്ടാരക്കര വിക്രമൻ ഉണ്ടാവും അല്ലേ, ഞാനില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് പിന്മാറി. എന്നാൽ ക്ഷീണ്ടൻ നായർ ഷോയ്ക്ക് എന്നെ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അതിൽ ഒരു തവണയായിട്ടാണ് ഞാൻ പോകാത്തത്. ബാക്കി എല്ലാത്തിനും ഞാൻ പോകാറുണ്ട്. ഇത്രയും ഇപ്പോൾ പറയാൻ തോന്നിയത്, കഴിഞ്ഞ ആഴ്ച എന്ത് വിവരക്കേടും തൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന അഖിൽ മാരാരെ ജനകീയ കോടതിയിൽ കൊണ്ടിരുത്തി തൊലി ഉരിച്ചു എന്ന് മാത്രമല്ല കാന്താരി മുളക് അരച്ചു പുരട്ടുന്ന കാഴ്ച കാണാൻ എനിക്ക് കഷ്ടം തോന്നി. കണ്ടപ്പോൾ നാണവും തോന്നി. നാണത്തിൻ്റെ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഈ തൊലിഞ്ഞ പ്രോഗ്രാമിൽ ഇരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഈ മാരാര് എണീറ്റ് പോകണമായിരുന്നു. വിവരം കെട്ട വർത്തമാനം പറഞ്ഞ് എന്തെല്ലാമോ വിളിച്ചു കൂകി കോട്ടാത്തല മാരാര് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കൊടുക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും സമ്മതിക്കണം. വന്യമായ ഒരു ആനന്ദത്തോടെയുള്ള ഹാഷ്മിയുടെ പരിഹാസം സാഡിസം മനസ്സിലുള്ള ഒരുവൻ്റേതുപോലെ എനിക്ക് തോന്നി. വിവരം കെട്ട മാരാർജി അതൊരു തൻ്റെ ജന്മാവകാശം പോലെ എടുക്കുകയും ചെയ്തു. ഒരു നാരങ്ങ വെള്ളം കൊതിച്ച് നിൽക്കുമ്പോൾ ഒരാൾ നാരങ്ങ വെള്ളം വാങ്ങിത്തന്നാൽ അയാളെപ്പറ്റി നല്ലതല്ലേ പറയാവൂ എന്നും മാപ്പെഴുതി കൊടുത്ത് പലതവണ ആൻഡമാൻ ജയിലിൽ നിന്നും പുറത്തുപോയ സർവർക്കർക്ക് ഗാന്ധിജിയെക്കാളും സ്ഥാനം നൽകുന്നുവെന്നും ഇന്ത്യ മഹാരാജ്യത്തെ അച്ചടിച്ച നോട്ടൊക്കെ കട്ടുതിന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ സതീഷ് മേനൻ്റെ മച്ചമ്പിയായി വെടല ചിരി ചിരിച്ച് അളിയാന്നും വിളിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത മുതലാണ് ഈ പറയുന്നത്. ഏത് റിസർവ് ബാങ്ക് അടിക്കുന്ന നോട്ട് മുഴുവൻ കക്കുന്നവന്മാരാണ് കോൺഗ്രസ് എന്ന്. അതുവരെ ഈ നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കൊടുക്കാത്തതിൻ്റെ തലേ ദിവസം വരെ കോൺഗ്രസ്സുകാരനായിരുന്നവരാണ് ഈ കോട്ടാത്തല
മാരാർ. അവനാണ് ഇങ്ങനെ പറയുന്നത്, ഒരു സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞേനെ. ഭഗത് സിംഗ് കഴുമരത്തിൽ കയറിയതല്ല തൂക്കിക്കൊന്നതാണ് എന്ന കണ്ടുപിടുത്തവും മാരാർ നടത്തി. ഭഗത് സിംഗ് കഴുമരത്തിലേക്ക് നടന്നു കയറിയൊന്നുമല്ല, അയാളെ തൂക്കിക്കൊന്നതല്ലേ എന്നാണ് പറഞ്ഞത് ഈ വിവരദോഷി. അമ്മയ്ക്ക് മകനായി 1000 ഭഗത് സിംഗുമാർ ഇന്ത്യയിൽ ഇനിയും ജനിക്കുമെന്ന് പറഞ്ഞ ആ രക്തസാക്ഷിയെ ഈ വിവരം കെട്ട ചെറുക്കൻ 24-ലെ ഈ പ്രോഗ്രാമിലിരുന്ന് വിവരം കെട്ട വാചകങ്ങൾ പറയുന്നത് കേട്ടു. ഭഗത് സിംഗിനെങ്കിലും അവൻ വെറുതെ വിടണമായിരുന്നു. ആരെ എന്തും പറയും, അതാണ് പ്രശ്നം. വിവരമെന്ന് പറഞ്ഞാൽ തൊട്ട് തെറിച്ചിട്ടില്ല. 1200 അല്ല 12000 പിള്ളേർക്ക് ചക്ക പാർട്ടിയുടെ വോട്ട് ചെയ്യാനായി കോട്ടത്തല കത്തെഴുതിയത്രേ. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ പോലെ. ഇനിയിപ്പോൾ അച്ഛൻ മകൾക്ക് അയച്ച കത്തെന്ന് പറഞ്ഞാൽ ഈ കോട്ടത്തലയ്ക്ക് മനസ്സിലാവുമെന്ന് എനിക്കുണ്ട്. അച്ഛൻ ആരും മകളാരെന്ന് അറിയാൻ വിവരമില്ലാത്തതുകൊണ്ട് അതൊന്നും അറിയാൻ വഴിയില്ല. പക്ഷേ പോസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരുന്നു അത്രേ. ആക്ക് ചക്ക പാർട്ടിക്ക് അല്ലെങ്കിൽ കിറ്റക്സ് സാബുവിൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ മാരാർക്ക് വോട്ട് ചെയ്യണം, ചക്ക അടയാളത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ള കത്തുകൾ 12000 കത്തുകൾ പോസ്റ്റ് ചെയ്ത ആളുകൾക്ക് കിട്ടിയത്, സമ്മതിദായകർക്ക് കിട്ടിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ തോന്നിയ ദിവസങ്ങളിലാണ് കിട്ടിയത്. തുടക്കത്തിൽ 5 ലക്ഷം രൂപ കിറ്റക്സ് മുതലാളി തൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്ന കണക്ക് കാണിക്കട്ടെ എന്ന് ഹാഷ്മി ചോദിക്കുമ്പോൾ താൻ 10 പൈസ കിട്ടിയില്ല എന്നല്ലേ പറയണേ. തൻ്റെ അക്കൗണ്ടിൽ കിറ്റക്സ് സാബു 5 ലക്ഷം രൂപ ഇട്ട് തന്നത് ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് ഇട്ട് തന്നതിൻ്റെ തെളിവ് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചാൽ മാരാർ ബബ്ബ. കാരണം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. തൻ്റെ BMW ബൈക്ക് തിരഞ്ഞെടുപ്പ് ചെലവിന് വിറ്റു എന്ന പച്ചക്കള്ളം പറഞ്ഞതല്ലേ തെളിയിക്കട്ടെ എന്നായി വീണ്ടും ഹാഷ്മി. ആ ചോദ്യം ചോദിച്ചപ്പോഴും മാരാർ ബബ്ബ. നിങ്ങൾ 5 പൈസ ചിലവാക്കിയിട്ടില്ല എന്ന് ഹാഷ്മി പറയുമ്പോഴും ബബ്ബ. ഒരുത്തൻ ഡ്രസ്സിട്ട് തുടങ്ങുമ്പോൾ അവൻ്റെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് പറയും പോലെയാണ് ഇത് എന്ന് നല്ല ഉപമ ഹാഷ്മിക്ക് കോട്ടത്തല മാരാർ പറഞ്ഞു കൊടുത്തു. രാഷ്ട്രീയ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് മാരാരെ ശരിക്കും ചെണ്ടയാക്കി ഹാഷ്മി. ആലോചിച്ച് നോക്കിയേ, ഒരുത്തൻ മുണ്ടെടുക്കാനായി തുടങ്ങുമ്പോഴേക്കും ഇയാൾ ജട്ടിയിട്ടാണ് നടക്കുന്നതെന്ന് ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇടുമെന്നാണ് മാരാർ പറഞ്ഞത്. അവൻ്റെ നിലവാരം ആലോചിച്ച് നോക്കുക നിങ്ങൾ. നിലപാടിൻ്റെ തേങ്ങാക്കൊലയാണ് ഈ അഖിൽ മാരാർ എന്നാണ് പലരും പറയാറ്. ഒരു പുല്ലും അല്ല എന്നുള്ളതാണെന്നേ, വയറ്റിപ്പഴപ്പ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനുവേണ്ടി എന്ത് വിഡ്ഢിവേഷവും കെട്ടും. അടുത്ത എല്ലാ ശത്രുക്കളാവുന്ന കഥകളാണ് എന്നിലുള്ളത്. ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പറയാൻ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഒരു നിമിഷം ആലോചിക്കാതെ ഞാൻ പറയും അത് എൻ്റെ കേരളമാണെന്ന്. ആൻഡമാൻ നിക്കോബാർ, ദുബായ്, ഖത്തർ, ഷാർജ തുടങ്ങിയ കുറച്ച് സ്ഥലങ്ങളിൽ പോയപ്പോഴാണ് എൻ്റെ കേരളത്തെയും കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെയും ഞാൻ എത്ര സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് അറിയാനായത്. നയനാനന്ദകരമായ ആൻഡമാൻ ദ്വീപുകളിൽ മുഴുവൻ ചില്ലുവിളക്കിൻ്റെ പാട്ടെടുക്കാനായി കറങ്ങി. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മടങ്ങണം എന്നായി, മതിയായി. വിസിറ്റിംഗ് വിസയിൽ ഷാർജയ്ക്ക് ചെന്നതായിരുന്നു. 11ാം ദിവസം ഞാൻ സുകുമാരൻ ഷാർജയോട് പറഞ്ഞു, ഏതെങ്കിലും ഫ്ലൈറ്റ് എന്നെ കയറ്റി വിടാമോ എന്ന് ഞാൻ തിരക്കി. എന്ത് ദിനേശേ, എനിക്ക് മതിയായി, എനിക്ക് പോകണം. 11 ദിവസമേ ആയുള്ളൂ, ഒരു 10-20 ദിവസം നിൽക്കായിരുന്നു, അല്ലെങ്കിൽ 1 മാസത്തോളം നിൽക്കായിരുന്നു. ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് ദിനേശ് പറഞ്ഞാൽ നാളെ അത് വാങ്ങി തന്നിട്ട് നാളെയോ മറ്റന്നാളോ മടങ്ങാമെന്ന് സുകുമാരൻ സാർ പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. പാതിരാത്രിയോ വെളുപ്പാങ്കാലത്തോ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ എനിക്ക് മടങ്ങണമെന്ന് വാശി പിടിച്ചു ഞാൻ. അങ്ങനെ പാതിരാത്രിക്കുള്ള ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തുനിന്ന് എന്നെ കയറ്റി വിട്ടു. എറണാകുളത്ത് നിന്നോ മറ്റോ ട്രെയിനിൽ മടങ്ങുമ്പോൾ വർക്കല കഴിഞ്ഞു എന്നറിയുമ്പോൾ
സത്യമായിട്ടും എൻ്റെ മനസ്സിനൊരാശ്വാസമാണ്. അത് മാറില്ല. ഈ പ്രായത്തിനിടയിലും കേരളം മുഴുവൻ കണ്ട് തീർന്നിട്ടില്ല എനിക്ക്. എന്തിന്? തിരുവനന്തപുരം കണ്ട് തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് നമ്മുടെ നാട്ടിൽ കാണാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അല്പം BP കൂടിയാൽ എൻ്റെ വയലിൽ പോയി ഏത്തവാഴ നട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 10 മിനിറ്റ് ഇരുന്ന് എൻ്റെ BP നോർമലാവും. എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ വെള്ളായണിയിലെ കിരീടം പാലം എന്ന് പറയുന്നിടത്ത് പോയി സന്ധ്യയ്ക്ക് സിന്ധു ഞാനുമായിട്ട് പോയിട്ട് ഒരു മണിക്കൂർ അവിടെ ഇരുന്നാൽ ഞാൻ ആ ടെൻഷനെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് അലിഞ്ഞു പോകും. ശ്യാമസുന്ദര കേരകിദാര ഭൂമി, ജനജീവിത ഫല ധാന്യസമ്പന്ന ഭൂമി, മാനവർക്ക് സമത നൽകിയ മാബലിതൻ ഭൂമി, മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി എന്ന മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റിൻ്റെ ടൈറ്റിൽ സോങ് മായാതെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട P. ഭാസ്കരൻ മാഷ് എഴുതി ദിലീപ് എന്ന AR റഹ്മാൻ സംഗീതം നൽകിയ പാട്ടാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അതൊന്നും കാണിക്കില്ല എന്ന് തോന്നുന്നു. അതോ ഞാൻ കാണാത്തതുകൊണ്ടാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ഇന്ത്യയോടുള്ള കൂറും കേരളത്തോടുള്ള അഭിമാനവും ഉയർത്തുന്ന വള്ളത്തോളിൻ്റെ വരികൾ, മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ പുതുതലമുറയിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട്. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ എന്നെഴുതിയതും മഹാകവി വള്ളത്തോളായിരുന്നു. പദം പദം മുറിച്ച് നാം പാടി പാടി പോവുക പാരിലൈക്യ കേരളത്തിൽ കാഹളം മുഴങ്ങുവാൻ, ചേരുവിൻ യുവാക്കളെ പോരുവിൻ സഖാക്കളെ, ചോരയെങ്കിൽ ചോരയാലി കേരളം വരയ്ക്കുവാൻ എന്ന് എഴുതിയതും P. ഭാസ്കരൻ മാഷാണ്. മാമാങ്കം മാമാങ്കം മാമലനാട്ടിൻ മഹാമഹം, വീരകേരള വിരചിത ചരിതം, ചോരയിലെഴുതിയ മഹാമഹം എന്ന സിനിമാ പാട്ട് എഴുതിയതും ഭാസ്കരൻ മാഷാണ്. എന്നാൽ മാഷിൻ്റെ കേരളത്തെക്കുറിച്ചുള്ള പാട്ടായി എപ്പോഴും ഞാൻ ഓർക്കുന്നത് തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിന് വേണ്ടി മാഷ് എഴുതിയ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു 4 കാൽ ഓലപ്പുരയുണ്ട് എന്ന പാട്ടും, നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്, കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട് എന്നെഴുതിയ MS ബാബുരാജ് സംഗീതം നൽകി PB ശ്രീനിവാസ് എന്ന് പറഞ്ഞ തമിഴൻ പാടിയ പാട്ട് മലയാളിയെ നാട്ടിലേക്ക് അടുപ്പിക്കുന്ന ഗാനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആശാദീപത്തിനായി ജനനി ജയിക്ക നീണാൾ മലയാളമേ എന്നും തവ ഗാനം ചൊരിയാം എൻമണി വീണയാൽ എന്നെഴുതിയത്, മഹിത ജനനി ജയിക്ക നീണാൾ മലയാളമേ എന്നെഴുതിയതും ഭാസ്കരൻ മാഷാണ്. ആശാദീപം എന്ന സിനിമയ്ക്കായി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീതം. ആദ്യ കിരണങ്ങളിൽ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ഗ്രഹമല്ലോ എന്നെഴുതിയതും ശ്രീകുമാരൻ തമ്പിസാറായിരുന്നു. നീ എൻ്റെ ലഹരി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ദേവരാജ മാഷായിരുന്നു സംഗീതം. കേരളം കേരളം കേളി കൊട്ടുവരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാണ് എൻ കേരളം എന്ന് മിനിമോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി തമ്പിസാർ തന്നെ ഒരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട്. ദേവരാജ മാഷ് തന്നെയാണ് ഈ പാട്ടിനും സംഗീതം നൽകിയത്. പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ് നീ എന്നെഴുതിയത് വയലാറാണ്. മലയാറ്റൂർ പള്ളിയിൽ കയറിയും പെരുന്നാൾ കൂടാനും, മലയാറ്റൂർ പള്ളിയിൽ ചെന്ന് പെരുന്നാൾ കൂടാനും ആലുവ ശിവരാത്രി കാണാനുമൊക്കെ ക്ഷണിക്കുന്ന പാട്ടാണിത്. കുഞ്ചാക്കയുടെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ദേവരാജ മാഷ് ഈണമിട്ട പാട്ടായിരുന്നു. നമ്മുടെ മരിച്ചുപോയ BR പ്രസാദ് സിബിമലയിലിൻ്റെ ജലോത്സവത്തിനായി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. കേരനിരകളാടും ഒരു ഹരിതചാരു തീരം, പുഴയോരം കളമേളം
കവിത പാടും തീരം കേരളത്തിനെ വരച്ചു കാട്ടുന്ന അല്ലെങ്കിൽ കുട്ടനാടിനെ വരച്ചു കാട്ടുന്ന മനോഹരമായ പാട്ടാണ്. അൽഫോൺസ് ജോസഫിൻ്റെ സംഗീതവും പി ജയചന്ദ്രൻ്റെ ആലാപനവും ആ സിനിമയിൽ എടുത്തു പറയണം, ആ പാട്ടിൽ എടുത്തു പറയണം. ഇതിനെയൊക്കെക്കാൾ രസകരമായ ഒരു പാട്ടുണ്ട്, സിനിമയിലുള്ളതല്ല, തനതായ ശൈലിയിൽ എഴുതുകയും സംഗീതം നൽകുകയും ഒക്കെ ചെയ്യുന്ന കാവാലം നാരായണ പണിക്കർ സാറിൻ്റെതാണ്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന് ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്ന് താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനി മാറുകളായാൽ അടക്കം വേണം. നെടുമുടി വേണിച്ചേട്ടൻ ഈ പാട്ട് പാടിയത് കേട്ടാൽ നമുക്ക് പഴയ കേരളം മനസ്സിൽ ഓടിയെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം. കേരളത്തിനെ പറ്റിയുള്ള പാട്ടുകളെ പറ്റി പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരള എന്നത് ഒഫീഷ്യലായി കേരളം എന്നാക്കിയല്ലോ, ഒരു എമ്മും കൂടെ ഇട്ടു. അപ്പോൾ കേരള എന്നുള്ളത് കേരളം എന്നായി. അതിനെ വല്ലാണ്ട് പ്രശംസിച്ച് കേരള എം പിയും കേന്ദ്ര സഹനുമായ സുരേഷ് ഗോപി പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. കൂട്ടത്തിൽ മിനിമോൾ എന്ന ചിത്രത്തിലെ 4 വരി പാട്ടും പാടി. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാണ് എൻ കേരളം എന്നങ്ങ് സുരേഷ് ഗോപി പാടി നല്ല കയ്യടിയും നേടി. പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും മധുവിൻ്റെയും മണ്ണാണ്. എം മുകുന്ദൻ്റെയും എം ടി വാസുദേവൻ നായരുടെയും വയലാറിൻ്റെയും ദേവരാജൻ്റെയും ജോൺസൺ മാഷയുടെയും ഒക്കെ മണ്ണിനാണ് ഇനി കേരള എന്ന് മറന്ന് കേരളം എന്ന് വിളിച്ചോളൂ എന്ന് പറയുന്ന വലിയ നെറ്റിപ്പട്ടം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സർക്കാർ ചാർത്തി നൽകുന്നത്. 4 വരി മലയാളത്തിൽ ഒരു മഹാകവി എഴുതിയത്, സംഗീതജ്ഞൻ ചിട്ടപ്പെടുത്തിയത്, വിശ്വഗായകൻ ശ്രീ കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ ഇന്നും മലയാളികൾ ഓർക്കുന്ന ഗാനം. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. താങ്ക് യു. കൂട്ടത്തിൽ അദ്ദേഹം 2 പേരുടെ പേരുകളും അനുസ്മരിച്ചു. അത് വയലാറിൻ്റെയും ദേവരാജൻ മാഷിൻ്റെയുമായിരുന്നു. 2 പേരുകളും മലയാള സിനിമാ സംഗീത ശാഖയെപ്പറ്റി പറയാൻ പറ്റിയ പേരുകൾ തന്നെയാണ്. ദേവരാജനാണ് ഈ പറഞ്ഞ പാട്ടിന് സംഗീതം നൽകിയത്, പക്ഷേ എഴുതിയത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറായിരുന്നു. എൻ്റെ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല. ചെറിയ റോളുകൾ ചെയ്തു നടന്ന സുരേഷ് ഗോപിക്ക് നല്ലൊരു വേഷം കൊടുത്തത് ഞാനാണ്. ഞാൻ തിരക്കഥ എഴുതിയ വർത്തമാനകാലത്തിൽ സുരേഷ് ഗോപിയെ നായകനാക്കിയത് ഞാനാണ് എന്നൊക്കെ തമ്പി സാർ വിളിച്ചു കൂകി ഉടനെ തന്നെ. ഒരവസരം കാത്തിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒന്ന് ചാടിക്കാനായിട്ട് ഒരവസരം കാത്തിരിക്കുന്ന പോലെ ഇനിയെങ്കിലും തമ്പി സാർ ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടുകളോട് പാടാൻ അറിയില്ല എങ്കിലും സുരേഷ് ഗോപിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ഈ പാട്ടെടുത്ത് പറയുമ്പോൾ ഇത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ വന്നതാണെന്ന് പാവം വിചാരിച്ചിരിക്കാം. ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് കുറിച്ചെടുത്ത് ഹോംവർക്ക് ചെയ്തിട്ടല്ലല്ലോ ഇവരൊക്കെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത്. താങ്കളോട് ഒരു എതിർപ്പും വിലക്കുറവും ഒന്നും സുരേഷ് ഗോപിക്ക് തോന്നേണ്ട ഒരു കാര്യവുമില്ല. മറവി രോഗത്തിൽ നിന്നും എന്നേക്കാൾ ചെറുപ്പക്കാരനായ സുരേഷ് ഗോപി രക്ഷ പ്രാപിക്കട്ടെ.
പാട്ടെഴുതിയ അടിയൻ്റെ പേര് മാത്രം പറഞ്ഞില്ല എന്നൊക്കെ അപഹാസ്യനാക്കുന്ന വിധം തമ്പി സാർ വച്ച് കാച്ചി. ഇവിടെയാണ് തമ്പി സാറുമായി ഞാൻ തെറ്റുന്നത്. സാറേ, ഈ ഞാൻ എന്ന ഈ ഈഗോയാണ് അങ്ങയുടെ ദൗർബല്യം എന്ന് പറയാം. ആരെപ്പറ്റി പറഞ്ഞാലും അത് ഞാനല്ലേ തുടങ്ങി വെച്ചതെന്ന് താങ്കൾ കാച്ചു. 1986 യുവജനോത്സവത്തിലൂടെയാണ് സുരേഷ് ഗോപി വലിയ വേഷം നൽകി തമ്പി സാർ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും സാറേ? അതിനു മുന്നേ സുരേഷ് ഗോപി രാജാവിൻ്റെ മകനിൽ നല്ല പോസിറ്റീവായ വേഷം ചെയ്തത് തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി വാങ്ങിയ, അതായത് വിൻസെൻ്റ് ഗോമസിനെ ചതിച്ചത് സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടറായിരിക്കുമെന്ന് വിൻസെൻ്റ് ഗോമസ് കരുതി. ആകരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. പിന്നെയാണ് അറിയുന്നത് അയാളല്ല ചതിച്ചത്. അത്രയും പവർഫുള്ളായ വേഷമായിരുന്നു സുരേഷ് ഗോപി ആ സിനിമയിൽ ചെയ്തത്. അടിവേരുകൾ, നന്ദി, വീണ്ടും വരിക, TP ബാലഗോപാലൻ, MA, സായം സന്ധ്യ, നിരപരാധി തുടങ്ങിയ സിനിമകളും അതിനു മുമ്പേ ഇറങ്ങിയിരുന്നു. ഏത് യുവജനോത്സവത്തിന് മുമ്പ്. 1986 ആഗസ്റ്റ് 1 യുവജനോത്സവം റിലീസായത്. 1986 ജൂലൈ 17 രാജാവിൻ്റെ മകൻ റിലീസായിരുന്നു. അതും പോസിറ്റീവ് വേഷം. യുവജനോത്സവത്തിൽ സുരേഷ് ഗോപി വില്ലനായിരുന്നു. പിന്നെ IV ശശിയുടെ വർത്തമാനകാലത്തിൽ തിരക്കഥ എഴുതിയ തമ്പി സാർ സുരേഷ് ഗോപിയെ റെക്കമെൻഡ് ചെയ്തു എന്നതൊക്കെ ഇത്തിരി കടന്ന കൈയായിപ്പോയി എൻ്റെ പൊന്നു സാറേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. IV ശശി അക്കാലത്ത് സാറിനേക്കാൾ താഴെയായിരുന്നു അതോ മേളിലായിരുന്നു? 1990 ജനുവരിയിൽ വർത്തമാനകാലം വരുമ്പോൾ ഫാസിലിൻ്റെ പൂവിന് പുതിയ പൂന്തന്നൽ, ജോഷി സാറിൻ്റെ ജനുവരി ഒരു ഓർമ്മ, K മധുചേട്ടൻ്റെ 20-ാം നൂറ്റാണ്ട്, തമ്പി കണ്ണന്താനത്തിൻ്റെ ഭൂമിയിലെ രാജാക്കന്മാർ, ജോഷി സാറിൻ്റെ തന്നെ ന്യൂഡൽഹി, JC സാറിൻ്റെ ഇവിടെ എല്ലാവർക്കും സുഖം, ഒരു CBI ഡയറിക്കുറിപ്പ്, മനു അങ്കിൾ, ഒരു വടക്കൻ വീരഗാഥ, ന്യൂ ഇയർ, വർണ്ണം, കാലാൾപ്പട, സൺഡേ 7 PM ഒക്കെ ചെയ്ത് സുരേഷ് ഗോപി അറിയപ്പെടുന്നവനായ ശേഷമാണ് താങ്കൾ എഴുതിയ വർത്തമാനകാലത്തിൽ സുരേഷ് ഗോപി നായകനായത്. അത് ആരുടെയും ഔദാര്യത്തിലല്ല. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന നടനായി മാറിയ ശേഷമാണ് IV ശശി ആ വേഷം നൽകുന്നത്. ലിബർട്ടി ബഷീറിനെ വിളിച്ച് വേണേൽ ഈ വിഷയം ചോദിക്കാം. IV ശശി അല്ലേ സുരേഷ് ഗോപിയെ കാസ്റ്റ് ചെയ്തതെന്ന് ലിബർട്ടി ബഷീറിൻ്റെ ചോദിച്ചാൽ പറയും. വിട്ടുകള തമ്പി സാറേ, പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തിയ ഒരു സിനിമാ പാട്ട് പാടിയതിന് അൾഷിമേഴ്സാണ് അതും കൊണ്ട് നടക്കുകയാണെന്നൊന്നും പറയാതിരിക്കുന്നതായിരുന്നു ഭംഗി. ഇനി കേരളത്തെക്കുറിച്ച് പാടണമെന്ന് സുരേഷ് ഗോപിക്ക് എവിടെയെങ്കിലും തോന്നിയാൽ കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിക്കോ. കാരണം വള്ളത്തോൾ മരിച്ചു പോയതുകൊണ്ട് വേറെ പരാതികളൊന്നും പറയാൻ വഴിയില്ല. എന്ന് മാത്രമല്ല, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞാൽ ഒരന്തസ്സുമുണ്ട് ആ വരിക്ക്. ഒന്നുമില്ലേലും വള്ളത്തോളിൻ്റെ കവിതയല്ലേ ചൊല്ലിയത് എന്ന് നാലാൾ പറയും. ദേശസ്നേഹി ആയതിനാൽ ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നും അവിടെ മുതൽ തന്നെ തുടങ്ങിക്കോ. അതിനൊരു അന്തസ്സുണ്ട്. കാരണം വള്ളത്തോളിൻ്റെ കവിതയാണ് കേരളത്തെ പറ്റിയുള്ളതെന്ന് നമുക്ക് ബഹുമാനത്തോടെ ഓർക്കാമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഇതിന് കയറി തമ്പി സാർ ഒന്നും പറഞ്ഞു കളയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.